എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മനസ്സിൻ്റെ അടിത്തറയിൽ നടക്കുന്ന അത്ഭുത മാറ്റത്തെക്കുറിച്ചാണ്. അതായത് സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്. നമ്മൾ ജീവിക്കുന്ന ജീവിതം, നമ്മൾ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മൾ നമ്മളെക്കുറിച്ച് കരുതുന്നതും എല്ലാം ചേർന്നുള്ള ഒരു പ്രതിഫലനമാണ്. എന്നാൽ പലർക്കും അറിയാത്തൊരു സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ബോധമനസ്സല്ല, മറിച്ച് അബോധ മനസ്സാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കുന്ന ഐഡൻറ്റിറ്റി അഥവാ ഞാൻ ആരാണ് എന്ന ബോധം നമുക്ക് അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ, അതായത് നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പിന്നാമ്പുറം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യബോധത്തിൻ്റെ 95% ഭാഗം സബ് കോൺഷ്യസ് മൈൻഡാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് നാം കരുതുന്നതിലും വലുതാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മുടെ ബാല്യകാലം മുതൽ അനുഭവിച്ച വാക്കുകൾ, വികാരങ്ങൾ, മാതാപിതാക്കളുടെ സമീപം, സമൂഹത്തിൻ്റെ ചട്ടങ്ങൾ എല്ലാം ചേർന്നാണ് നമ്മളിൽ ഒരു സെൽഫ് ഇമേജ് രൂപപ്പെടുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ആരെങ്കിലും ഞാൻ എപ്പോഴും ഭാഗ്യമില്ലാത്തവനാണ് എന്ന് കരുതുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ അബോധം അഥവാ സബ് കോൺഷ്യസ് അതേ വിശ്വാസം സ്ഥിരീകരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് എന്നത്. ഇനി എന്താണ് ഐഡൻറ്റിറ്റി? ഐഡൻറ്റിറ്റി എന്നത് ഞാൻ ആരാണ് എന്ന അവബോധമാണ്. ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആകർഷണം ഉള്ളവനാണ്, ഞാൻ വിജയിയാണ് എന്നോ ഞാൻ പരാജിതനാണ്, എനിക്കാരും ഇല്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നോ ആയിരിക്കും ആ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നമ്മൾ എന്താകുന്നു എന്ന് നിശ്ചയിക്കുന്നത്. വിശ്വാസം മാറ്റിയില്ലെങ്കിൽ യാഥാർത്ഥ്യം മാറില്ല. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് അത്രയും ശക്തമായ ഒരു പ്രക്രിയയായത്. ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്, അതായത് മാറ്റം എങ്ങനെയാണ് നടക്കുന്നത്? സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്നത് പഴയ ഞാൻ എന്ന ബോധത്തെ പുനർരചന ചെയ്യുന്നതിനും പുതിയ ഞാൻ എന്ന ബോധം സ്ഥാപിക്കുന്നതിനുമുള്ള പ്രക്രിയയാണ്. ഇത് 3 ഘട്ടങ്ങളിലൂടെ നടക്കുന്നു. അതിലെ ഒന്നാമത്തെ ഘട്ടം അവയർനെസ്, അതായത് തിരിച്ചറിയുക. ആദ്യം ഇപ്പോഴുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ എങ്ങനെയാണ് എന്നെ കാണുന്നത്? എങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിലേക്ക് ഞാൻ ആകർഷിക്കുന്നുണ്ട്? എനിക്ക് പണം, പ്രണയം, അവസരം എന്നിവയിൽ എന്താണ് വിശ്വാസം? ഈ ചോദ്യങ്ങൾ വഴി നാം നമ്മുടെ സബ് കോൺഷ്യസ് ഫിൽട്ടേഴ്സ് തിരിച്ചറിയുന്നു. രണ്ടാമത്തെ ഘട്ടം റീപ്രോഗ്രാമിംഗ്, അതായത് പുതിയ പ്രോഗ്രാമിംഗ് സൃഷ്ടിക്കുക എന്നതാണ്. ഇതാണ് അത്ഭുതകരമായ ഘട്ടം. പഴയ വിശ്വാസങ്ങളെ മാറ്റി പുതിയതാക്കി നിക്ഷേപിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ്, അതായത് ഞാൻ സ്നേഹത്തിന് അർഹയാണ്, ഞാൻ സ്വപ്ന ജീവിതം എളുപ്പത്തിൽ ജീവിക്കാൻ അർഹയായ ഒരാളാണ് എന്നുള്ള ചിന്തകൾ സ്ഥാപിക്കുക. അതുപോലെ വിഷ്വലൈസേഷൻ, സ്വപ്ന ജീവിതം കാണുക, അത് അനുഭവിക്കുക. ഹിപ്നോസിസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, സബ് കോൺഷ്യസിൽ പുതിയ വിവരങ്ങൾ നിക്ഷേപിക്കുക. ഇവയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ. മൂന്നാമത്തെ ഘട്ടം അവതരിപ്പിക്കൽ. പുതിയ ഞാൻ എന്ന ബോധം മാത്രം സൃഷ്ടിച്ചാൽ പോരാ, അതനുസരിച്ച് ജീവിക്കണം. പുതിയ ഐഡൻറ്റിറ്റിയോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ വാക്കുകളും പ്രവൃത്തിയും മാറ്റണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരാൾ നേരിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യണം. അതിൽ സംശയിക്കാൻ പാടില്ല. ആകർഷണീയമായ ശരീരഭാഷയും കാണിക്കണം. എനർജി ആൻഡ് ഇമോഷൻ മാറ്റത്തിൻ്റെ രഹസ്യശക്തിയാണ്.
സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ശബ്ദത്തിലല്ല, എനർജിയിലാണ് നടക്കുന്നത്. അതിനാൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, സെൽഫ് ലവ് പോലുള്ള വികാരങ്ങൾ ഉപയോഗിച്ച് മനസ്സ് തുറക്കുമ്പോൾ പുതിയ ഐഡന്റിറ്റി എളുപ്പത്തിൽ സ്ഥാപിക്കാം. എന്തിനേയും എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ കാണുമ്പോൾ സബ് കോൺഷ്യസ് അത് യാഥാർത്ഥ്യമാക്കാൻ ആകർഷണം ആരംഭിക്കും. യാഥാർത്ഥ്യത്തിലെ മാറ്റങ്ങൾ. ഐഡന്റിറ്റി മാറുമ്പോൾ ബന്ധങ്ങൾ നന്മയിലേക്ക് മാറും. പണം, അവസരം, കരിയർ എന്നിവ സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. ഏറ്റവും പ്രധാനമായി സ്വയം സ്നേഹം വളരും. അതാണ് സബ് കോൺഷ്യസ് ഐഡന്റിറ്റി ഷിഫ്റ്റിങ്ങിൻ്റെ അത്ഭുതം. അതൊരു ഇൻസൈഡ് ഔട്ട് അല്ലെങ്കിൽ അതൊരു ട്രാൻസ്ഫർമേഷനാണ്. സബ് കോൺഷ്യസ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്നത് സാധാരണ ഒരു മൈൻഡ് ടെക്നിക്കല്ല. ഇത് ആത്മാവിൻ്റെ തലത്തിലുള്ള മാറ്റമാണ്. പഴയ വേദനകളിൽ നിന്ന് മുക്തി നേടി പുതിയ വ്യക്തിത്വം സൃഷ്ടിക്കുന്ന ആത്മയാത്ര. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പുതിയ ഉത്തരമൊരുക്കുമ്പോൾ ജീവിതം അതിനനുസരിച്ച് പുനർസൃഷ്ടിക്കപ്പെട്ടിരിക്കും. ഞാൻ എൻ്റെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നവളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നവനാണ്. ഇതൊരു വാചകം മാത്രമല്ല, പുതിയ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒരു കീ കൂടിയാണ്. നമ്മുടെ ജീവിതം മാറണമെന്ന് നാം എത്രത്തോളം ആഗ്രഹിച്ചാലും മാറ്റം പുറത്തു നിന്ന് വരില്ല. അതിൻ്റെ തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ജീവിതത്തിൽ നാം ആകർഷിക്കുന്നതെല്ലാം ബന്ധങ്ങൾ, പണം, അവസരങ്ങൾ, സ്നേഹം ഇവയുടെ ഉറവിടം നമ്മുടെ സബ് കോൺഷ്യസ് ഐഡന്റിറ്റിയാണ്. അതാണ് ലോകം നമ്മെ എങ്ങനെ കാണണം എന്ന് നിർണ്ണയിക്കുന്നത്. അതാണ് നമ്മുടെ കഥയുടെ തിരക്കഥ എഴുതുന്നത്. മാറ്റം തുടങ്ങുന്നത് ഞാൻ എന്ന വാക്കിൽ നിന്നാണ്. നിങ്ങൾ പറയുന്ന ഓരോ ഞാൻ എന്ന വാക്കും ഒരു മന്ത്രം പോലെയാണ്. ഞാൻ ഭാഗ്യശൂന്യനാണ്, എനിക്ക് സാധിക്കില്ല, എനിക്ക് ആരും ഇല്ല എന്നിങ്ങനെ പറഞ്ഞാൽ സബ് കോൺഷ്യസ് അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നയാളാണ്, എൻ്റെ ജീവിതം എനിക്ക് അനുകൂലമായി ഒഴുകുന്നു, ഞാൻ പ്രണയത്തിനും വിജയത്തിനും അർഹയാണ്. അപ്പോൾ നിങ്ങളുടെ അവബോധം, ആ വിശ്വാസം യാഥാർത്ഥ്യമാകാൻ പ്രവർത്തിക്കും. അതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിങ്ങിൽ പുതിയ ഞാൻ സൃഷ്ടിക്കുന്ന പ്രക്രിയ. മാറ്റം അത് പ്രകൃതിദത്തമാണ്. പഴയ വിശ്വാസങ്ങൾ നമ്മെ സുരക്ഷിതമെന്ന് തോന്നിപ്പിക്കും. അതായത് നമ്മൾ കംഫേർട്ട് സോണിലാണ് എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷെ അതൊക്കെ പരിധികൾ മാത്രമാണ്. അവയെ തകർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നാം നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ തുറന്നു കാണിക്കുന്നത്. സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്നത് നിങ്ങളുടെ ഭാവിയെ റീറൈറ്റ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല, നിങ്ങൾ ഇന്നെന്ത് വിശ്വസിക്കുന്നു എന്നതാണ് നിങ്ങളുടെ നാളെയുള്ള രൂപം. മനസ്സിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുക. ഓരോ ദിവസവും കണ്ണടച്ച് നിങ്ങളുടെ പുതിയ ഞാൻ എന്താണെന്ന് മനസ്സിൽ അനുഭവിക്കുക. ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന നിങ്ങൾ, വിജയത്തോടെ പുഞ്ചിരിക്കുന്ന നിങ്ങൾ, സ്നേഹത്തിൽ നിറഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുന്ന നിങ്ങൾ, ആ ദൃശ്യം കാണുമ്പോൾ, അതനുഭവിക്കുമ്പോൾ അതിൻ്റെ വൈബ് അനുഭവിക്കുക. അത് ആവർത്തിച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് അതിനെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. യാഥാർത്ഥ്യം മാറുമ്പോൾ നിങ്ങൾ കാണും അത്ഭുതങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിലും ശക്തിയുള്ളവളാണ്, അല്ലെങ്കിൽ ശക്തിയുള്ളവനാണ്. നിങ്ങളുടെ ഉള്ളിലെ ശക്തി ലോകത്തെ തന്നെ മാറ്റാൻ കഴിവുള്ളതാണ്. ആ ശക്തിയെ ഉണർത്താനുള്ള കീ, വാക്ക് ഇതാണ്: ഐ ആം ബിക്കമിങ് ദ വേർഷൻ ഓഫ് മീ ദാറ്റ് ഐ വാസ് ഓൾവേസ് മീൻ ടു ബി. ജീവിതം പുറത്തല്ല മാറുന്നത്, നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ ലോകം അതിനനുസരിച്ച് മാറും. സബ് കോൺഷ്യസ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്നത് നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. പഴയ വിശ്വാസങ്ങൾ വിട്ട് പുതിയ ഞാൻ എന്ന് നിശ്ചയിക്കുമ്പോൾ ജീവിതം അതിനനുസരിച്ച് മാറിത്തുടങ്ങും. നമ്മുടെ യാഥാർത്ഥ്യം പുറത്തല്ല, ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾ പറഞ്ഞുകൊള്ളുക:
ഞാൻ എനിക്ക് അനുയോജ്യമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. എല്ലാവർക്കും എന്താണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.